ഹായ് ഗായ്സ്, എല്ലാവർക്കും ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത? ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ സീസൺ 1 പോഡ്കാസ്റ്റിന്റെ സീസൺ 1ന്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. അപ്പൊ നമ്മൾ പുതിയ തലങ്ങളിലേക്ക് ഉയരുകയാണ്. അപ്പൊ ഏതാണ്ട് നമ്മുടെ പോഡ്കാസ്റ്റ് ജേണി തുടങ്ങിയിട്ട് ഒരു വർഷത്തിൽ കൂടുതൽ. ഓൾഡ് സ്കൂളിൽ തുടങ്ങിയിട്ട് ഒരു വർഷത്തിൽ ഞാൻ പഴയ എനിക്കൊരു പാസ്റ്റ് ഉണ്ട് ലെഗസി മറന്നുപോയി. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് നമ്മള് സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം മീൻസ് 2024 ഡിസംബറിലാണ് നമ്മളൊരു പോഡ്കാസ്റ്റ് എന്നുള്ള രീതിക്ക് ഓൾഡ് സ്കൂളിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നത്. അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ആ പരമ്പിൽ ഇരുന്നുകൊണ്ട് നമ്മൾ 4 പേരും കൂടെ എടുത്ത പോഡ്കാസ്റ്റ്. അത് ആ പോഡ്കാസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്ക് കിട്ടിയ ആ ഒരു കമന്റും ആ വ്യൂസും അല്ലേ, വരവേൽപ്പ് ഗംഭീരമായിരുന്നു. അതിനു മുമ്പ് വിഘ്നേഷ് ആണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. വിഘ്നേഷാണ് ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അടുക്ക് ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ തുടങ്ങും നിങ്ങൾക്ക്. പക്ഷെ നമ്മളെ പോഡ്കാസ്റ്റിൽ അവൻ ഒരു എപ്പോഴും കാണുന്ന ഒരു ആളായിരുന്നു. ഇന്റർലെസ് പോഡ്കാസ്റ്റിന്റെ സമയത്ത് അവൻ എപ്പോഴും കണ്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന അവന്റെ ഒരു അതില് വെളിയിലുള്ളതല്ലേ, ആക്റ്റീവായിട്ട് കാണുന്ന ഒരു ഫ്രണ്ട് എനിക്ക് തോന്നുന്നു വിഘ്നേഷ് മാത്രമേ ഉള്ളൂ. ആക്റ്റീവായിട്ട് കണ്ടിട്ട് ഈ ടോപ്പിക് എടു ഭയങ്കര ഇന്റർഫിയർ ചെയ്തിട്ട് ക്രിറ്റിസൈസ് ചെയ്യണത്. അല്ല, ഭയങ്കരമായ ക്രിറ്റിസിസം നമ്മൾ കുറെ പോഡ്കാസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവന്റെ ക്രിറ്റിസിസം കാരണം ജീവിക്കാൻ പറ്റാതായി എന്നുള്ള രീതി. പക്ഷെ അവന്റെ ഒരു കീൻ വാച്ചിങ്ങും അതെല്ലാം ഭയങ്കരമായിട്ട് ഒബ്സർവേഷനും അതെല്ലാം കൊണ്ടാണ് നമ്മളിപ്പോ ഈ ഒരു ലെവലിൽ എന്ന് ഞാൻ പറയില്ല. എന്നാലും പോഡ്കാസ്റ്റ് തുടങ്ങാൻ സാഹചര്യമായത് അതാണ്. അവൻ ഭയങ്കര രീതിയിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ സമയം കളയരുത് എന്നൊക്കെ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷെ അത് പിന്നെ നമ്മൾ തുടങ്ങിയതിന് ശേഷം അത് നമ്മൾ ആലോചിച്ചു. കാര്യം കുറെ ഒരു വർഷത്തിന് 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വരണം. അപ്പൊ നമുക്ക് ഈ ഫ്ലോ ഒക്കെ കിട്ടോ, ആ ഒരു ഇതൊക്കെ കിട്ടോ എന്നൊക്കെ വിചാരിച്ചാണ് അന്ന് ഫസ്റ്റ് എപ്പിസോഡ് എടുത്തത്. പക്ഷെ ആ എപ്പിസോഡിൽ തന്നെ നമ്മള് മാനേജ് ചെയ്തു. അതെ, ഒരു വർഷത്തെ ആ ഒരു എപ്പിസോഡ് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പം ഒരു ഫ്ലോ എനിക്ക് തോന്നുന്നു അന്ന് ആക്ച്വലി നമ്മള് വിചാരിച്ചിരുന്ന ഒരു 10 എപ്പിസോഡ് ഒരു വെറൈറ്റി ലിമിറ്റഡ് എപ്പിസോഡ് ഒരു 10 എപ്പിസോഡ് വെറൈറ്റി ആയിട്ട് ചെയ്യണം. പക്ഷെ ആ 10 എപ്പിസോഡ് നന്നായിട്ട് ചെയ്തു. നമ്മളെ കൊണ്ട് പറ്റുന്ന പല ലൊക്കേഷനിലൊക്കെ പോയിട്ട് അത് ലാസ്റ്റ് നമ്മളെ റിപ്പീറ്റഡ് ചെയ്യാന്ന് വിചാരിച്ചെങ്കിൽ പിന്നെ നമ്മൾ ചെയ്ത് എങ്ങനെയെങ്കിലും ചെയ്തു. പിന്നെ മനസ്സിലായി ഒരു പെർമനന്റ് സ്പേസിന്റെ ഒരു പ്രാധാന്യം അല്ലേ, പെർമനന്റ് സ്പേസിന്റെ പ്രാധാന്യം. ഈ കറങ്ങി നടക്കുന്ന ഇത്തിരി കഷ്ടപ്പാടാണ്. അത് നമുക്കൊരു റിഫ്രഷിംഗ് ആണ്. പക്ഷെ എപ്പോഴും നമുക്ക് ലൊക്കേഷൻ കിട്ടിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ കാലാവസ്ഥ നമ്മളെ അനുകൂലിച്ചെന്ന് വരത്തില്ല, സൗണ്ട് പൊല്യൂഷന്റെ പ്രശ്നങ്ങൾ വരും. ഇത് സമയം നമുക്ക് ആ ഒരു വൈകുന്നേരം സമയങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അങ്ങനത്തെ കുറെ ലിമിറ്റേഷൻസ് വന്നപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ആലോചിച്ചു തുടങ്ങി ഒരു പെർമനന്റ് സെറ്റപ്പ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പിന്നീട് ഈ വീടൊക്കെ എടുക്കുന്നത്. അതിനു മുമ്പ് തന്നെ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് ഈ ചാനലിനെ കുറച്ച് തലങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ സ്ക്വിഡ് ഗെയിം, പിന്നെ നമ്മള് ചെന്നൈയിൽ പോയി. 2024 ഡിസംബറിൽ നമ്മള് കുറച്ച് സീരിയസ് ആയിട്ടാണ് ചെയ്തത്. ഈ 10 എപ്പിസോഡ് ചെയ്ത് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഡിസംബറിൽ നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. ഒരുപാട് എപ്പിസോഡ് വിട്ട് എനിക്ക് ആദ്യമായിട്ട് സീരിയസ് ആയിട്ട് ഡിസംബറിലാണ് ചെയ്തത്. പിന്നീട് ലൊക്കേഷന്റെ കാര്യം പറയുമ്പോൾ ലൊക്കേഷൻ ക്വാർട്ടേഴ്സ് നമ്മള് നന്ദുകൃഷ്ണനെ എടുത്ത് പറയണം. അവന്റെ NYC ഇൻഡോറിൽ ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷൻ NYC. ഇരുട്ടാവുമ്പോഴൊക്കെ നമുക്ക് ഓടി പോകുന്നത് അങ്ങോട്ടാണ്. പിന്നെ ചന്തു വന്നപ്പോഴത്തേക്കും നമ്മൾ അവിടെയാണ് ചൂസ് ചെയ്തത്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ആ സമയത്ത്. അതെടുത്ത് പറയണം. പിന്നെ നമുക്ക് നമ്മുടെ പറമ്പ്, നമ്മുടെ ചാനലിന്റെ പറമ്പാണ്. അതെ, അതിനൊരു പറമ്പിനൊരു കാർത്തിക് ഫീച്ചർ ചെയ്യുമ്പോഴും കുളം വൃത്തിയാക്കണം, അത് ഒട്ടും ഫീച്ചർ ചെയ്ത് ഇങ്ങനെ വന്ന്
പറമ്പിനൊരു ഒരു ഒരു ചെറിയൊരു ക്യാരക്ടർ പോലെ ഉണ്ട്, ഒരു സാധനം ഉണ്ട്. പരമ്പ്, അവിടത്തെ പോത്ത്, അവിടത്തെ പോത്ത് നമ്മുടെ പോഡ്കാസ്റ്റിലൊക്കെ ഫീച്ചർ ചെയ്ത് ഒരു ദിവസം പോഡ്കാസ്റ്റ് പോത്ത് കാരണം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. മൂവി റിവ്യൂ പോത്ത് ഇങ്ങനെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നു. എമ്പുരാൻ അതെ, ഇപ്പൊ പോത്തൊക്കെ പോയി. പക്ഷെ അന്ന് ആ സമയത്തൊക്കെ നമ്മൾ സത്യം പറഞ്ഞ സിനിമ കണ്ടിറങ്ങിയിട്ട് ആ നട്ടുച്ച വെയിലത്ത് എടുത്തിട്ടൊക്കെയാണ്. അതില് എമ്പുരാനിലെ ആ ഒരു കോസ്റ്റ്യൂം പിടിക്കാൻ വേണ്ടി നമ്മൾ മറ്റേ കോട്ടൊക്കെ ഇട്ടാണ് അത് നട്ടുച്ചയ്ക്ക് നല്ല വെയില് അവിഞ്ഞിരുന്നു. കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നട്ടുച്ചയ്ക്ക് ഈ കോട്ടിട്ട് നിങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കുറെ മെമ്മറീസ് ഉണ്ട് അവിടെ. കുറെ എക്സ്പീരിയൻസ് നല്ല രസമായിരുന്നു. അതിൽ ചെറിയ ചെറിയ ഉണ്ടായിരുന്നെങ്കിലും അതൊരു നല്ല അത്യാവശ്യം നല്ലൊരു മെമ്മറി ആയിരുന്നു. അതിനുശേഷമാണ് അവിടെ നിന്ന് ഇതൊക്കെ എല്ലാം കെട്ടിപ്പറക്കി നമ്മൾ ഇവിടേക്ക് വന്നു. സ്റ്റാർട്ടിങ് ഫ്രം സീറോ. അതെ. അതിനുശേഷം നമ്മള് വീട് നോക്കി അല്ലേ, വീട് നോക്കി കുറച്ചൊക്കെ വീട് നോക്കിയുള്ളൂ. ആദ്യത്തെ വീട് തന്നെ നോക്കി, അപ്പൊ തന്നെ അങ്ങ് കൊടുത്തു. നമ്മളെ ഒരു കാലിബർ അറിയാം. അത് നമ്മൾ രണ്ടാമതൊരു വീടൊക്കെ നോക്കാനായിട്ട് പാതിരാത്രിക്ക് ഒരു കാട്ടിലൊക്കെ ചെന്നപ്പോ അവിടെ അങ്ങനെ ഒരു വീടേ ഇല്ല. അതെ, അവിടെ ഒരു വീടില്ല. പിന്നെ അതുകൊണ്ട് മടുത്തിട്ട് പിന്നെ ഇത് തന്നെ അങ്ങ് ഫിക്സ് ചെയ്ത്. പിന്നെ കംഫർട്ടബിളും ഇത് ഈ ഒരു സ്പേസ് ആയിരുന്നു. പിന്നെ മുകളിലത്തെ സ്പേസ്, പിന്നെ താഴെയും ഹൗസ് ഓണർ ഇല്ല. പിന്നെ കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ട്. പിന്നെ അടുത്താണ്, ലൊക്കേഷൻ അടുത്താണ്. അങ്ങനത്തെയൊക്കെ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് നന്ദുകൃഷ്ണന്റെ തലയിൽ വെച്ചുകൊടുത്താൽ ആ ഒരു ഫ്രീഡം. നന്ദു കൃഷ്ണൻ ഉണ്ട് അടുത്ത്, പിന്നെ ഹാഷിം ഉണ്ട്. പിന്നെ എല്ലാരെയും വീടൊക്കെ ഏകദേശം ഇതിന് ചുറ്റിപ്പറ്റിയാണ്. അതുകൊണ്ട് ഈ വീട് തന്നെ നമ്മൾ എടുത്തു. ഇവിടെ വന്നിട്ട് നമ്മള് ടെമ്പററി ആയിട്ടൊരു സെറ്റപ്പ് ആയിരുന്നു ആദ്യം ചെയ്തത് പോഡ്കാസ്റ്റിന്. പോഡ്കാസ്റ്റില് എങ്ങനെയായിരുന്നു അത് നമ്മൾ ഈ കോർണറിൽ ജനലൊക്കെ തുറന്നല്ലേ, കഥവൊക്കെ തുറന്നിട്ടിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ടെറസിന്റെ മുകളിൽ പോയി എടുത്തു. നമ്മൾ ആദ്യമേ ഈ മറ്റേ വാങ്ങിച്ചിരുന്നു, കംഫോർട്ട് ആയിരിക്കും ഈ ചാരുകസേര വളരെ ഈ ചാരുകസേര നമ്മൾ ആദ്യം ഇവിടെ 5 കസേര വാങ്ങാൻ വേണ്ടി വന്ന് ചാരുകസേരയാണ് വാങ്ങിച്ചത്. അത് വളരെ ഒരു മോശം ഡിസിഷൻ ആയിരുന്നു. കാരണം അത് ഉപയോഗിച്ചത് വിരലിൽ എണ്ണാവുന്ന ടൈമിലേ ഉള്ളൂ. അതിനുശേഷമാണ് പിന്നെ അലക്സിന്റെ ഒരു മറ്റേ എന്താ ബീൻ ബാഗിന്റെ കുത്തൊഴുക്ക് കാരണം അതങ്ങ് സൈഡായി പോയി. ബീൻ ബാഗ്, പിന്നെ ഈ സോഫ. അപ്പൊ അത് അലക്സ് ആണ് എനിക്ക് തോന്നുന്നത്. ഈ സ്റ്റുഡിയോയില് കാണുന്ന ഫർണിച്ചർ ഐറ്റംസിൽ മിക്കവാറും ഈ ലൈറ്റ്, സോഫ, ഞാനിരിക്കുന്ന ഈ ഒരു കറങ്ങുന്ന കസേര മാത്രമേ ഉള്ളൂ. അലക്സ് ആ ടൈമില് ഹെൽപ്പ് ചെയ്തു. അലക്സിനും ഈ സമയത്ത് ഒരു നന്ദി പറയണം. കാരണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത്, നല്ലോണം മോട്ടിവേറ്റും ചെയ്ത്, നല്ല സപ്പോർട്ടും ചെയ്ത്. പുതിയ ഈ ഒരു സാധനം വന്ന് മറ്റേ ബീൻ ബാഗ് വന്നപ്പോഴത്തേക്കും കുറച്ചൊക്കെ ഭയങ്കര വൃത്തിയായി. മറ്റേ ആ ചാരുകസേരയിൽ ഇരുന്ന് ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ, പരമ കാണുമ്പോ തന്നെ നമുക്ക് വിഷമം തോന്നും. അത് ഇങ്ങനെ കിടക്കും. അല്ല, നമ്മളെ പുതിയ സ്റ്റുഡിയോയിലും അലക്സിന്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അന്നേ നമുക്ക് ലൈറ്റ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെ. പിന്നെ AC സംഗീത മാം USA. അത് നമ്മള് തുടങ്ങണതിന് മുമ്പേ തന്നെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു മാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ സെറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടല്ലോ, പുള്ളിക്കാരി എല്ലാം ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോഴ് ഞാൻ പറഞ്ഞു നമ്മള് അത് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴ് പുള്ളിക്കാരി പറഞ്ഞ് നമുക്ക് എനിക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യണം, എന്തെങ്കിലും ഒന്ന് വാങ്ങണം. അപ്പോഴൊരു AC പുള്ളിക്കാരി വാങ്ങി തന്നെ. അതൊക്കെ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ്. പിന്നെ കുറച്ച് പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത കുറച്ച് പേരും സഹായിച്ചിട്ടുണ്ട്. ഒരു പയ്യൻ ഒരു നല്ലൊരു എമൗണ്ട് വന്നിട്ട് വെച്ച് അവന്റെ പേര് പറഞ്ഞ കൊല്ലു അങ്ങനെ പറഞ്ഞിട്ടൊരു ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നമ്മളിവിടെ വന്നപ്പം ഈ ഗിഫ്റ്റ് ആയിട്ട് കുറച്ച് നമ്മൾ അഡ്രസ് കിട്ടിയപ്പോഴത്തേക്കും അഡ്രസ് നമ്മൾ പബ്ലിഷ് ചെയ്തു. അപ്പോഴത്തേക്കും ഒരുപാട് പേര് ഗിഫ്റ്റിന്റെ കുത്തൊഴുക്കായിരുന്നു. ഒരു ഗിഫ്റ്റ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഔട്ട് ഓഫ് ലവ് അവര് തരുന്ന ഒരു ഗിഫ്റ്റ്, നല്ലൊരു ഒരു മൊത്തത്തിൽ മെസ്സേജും കമന്റും മൊത്തത്തിലൊരു
വീർപ്പ് മുട്ടലായിരുന്നു. സ്നേഹം കൊണ്ട് വീർപ്പ് സ്നേഹം കൊണ്ട്. അതെ, അയ്യോ ഫ്രിഡ്ജ് വരെ ഇതാണ്. അങ്ങനെ നമുക്ക് കിട്ടിയ കുറെ ഹെൽപ്പ് കാരണം നമ്മളങ്ങനെ എപ്പിസോഡ്സ് ഏതാണ്ട് ഇത് 50ാമത്തെ എപ്പിസോഡ്. ഇത് 49ാമത്തെ എപ്പിസോഡ് പുതിയ സ്റ്റുഡിയോയിലാണ്. അതെ. അപ്പൊ ഇങ്ങനെ 49 എപ്പിസോഡ് നമ്മള് പൂർത്തിയാക്കി, ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കി. അത് 50 എപ്പിസോഡ് ഒരു പോഡ്കാസ്റ്റ് അത്ര ചെറിയ എപ്പിസോഡ് അല്ല. 50 എപ്പിസോഡ് അത്ര ചെറിയ എപ്പിസോഡ് അല്ലല്ലോ. 144 എപ്പിസോഡ് പണ്ട് എടുത്തിട്ടുണ്ട്. 50 എപ്പിസോഡും ചെറുതല്ല, അത് വലുതാണ് ഒരു 50. പക്ഷെ 144 എടുത്തിട്ടുണ്ട്. വർഷത്തിൽ 144 ഇട്ടിട്ടുള്ള ടൈം ഉണ്ട്. അത്ര എന്തായാലും എടുക്കും. പക്ഷെ നമ്മൾ ഒരുപാട് എക്സോസ്റ്റഡ് ആയി പോയാൽ നമ്മൾ കുറച്ചും കൂടെ അത്ര റിലാക്സ് ചെയ്തിട്ട് എടുത്തതാണ്. നമ്മൾ എൻജോയ് ചെയ്തെടുത്ത സംഭവങ്ങൾ. പിന്നെ നമുക്ക് സ്പോട്ടിഫൈയിൽ ഒരു കോൺട്രാക്ട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുവേണ്ടി നമ്മൾ കുറച്ച് കൂടുതൽ ഈ ആഴ്ചയിൽ 3 എന്നുള്ളത് പുഷ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ അവിടെ ഇരുന്ന് കണ്ടന്റ് ഒക്കെ സെറ്റ് ചെയ്ത് 3 പുഷ് ചെയ്ത്. അപ്പൊ അങ്ങനെയാണ് 144 തികച്ചത്. 144 അതൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ കാണുന്നത്. അതെ, വളരെ വലിയ അതൊരു അച്ചീവ്മെന്റ് ആണ്. യൂട്യൂബ് ചരിത്രത്തിൽ, മലയാള യൂട്യൂബ് ചരിത്രത്തിൽ അതൊരു നാഴികക്കല്ലാണ്. നമ്മൾ അത്രയും എക്സോസ്റ്റഡ് ആയിട്ട് ചെയ്യുമെന്ന് പറയില്ല. കാര്യം അതിന്റെ ക്വാളിറ്റി ഒക്കെ കുറച്ച് ഇടയ്ക്കൊക്കെ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ. ലാസ്റ്റ് ഒക്കെ ആയപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിന്റെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞ്, പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയൊക്കെ ഫീൽ ചെയ്ത് അങ്ങനെയൊക്കെ കുറെ ഫീഡ്ബാക്ക് വന്നായിരുന്നു. അങ്ങനെ കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസ് അവര് അഡ്രസ് ചെയ്യുമായിരുന്നു. അതായത് കാര്യം എക്സോസ്റ്റഡ് ആയി പോകും. നമുക്ക് ആഴ്ചയിൽ ഇങ്ങനെ 3 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന് മാത്രം നമ്മള് കണ്ടന്റുകൾ പോഡ്കാസ്റ്റിന്റെ ലെങ്തും ഏതാണ്ട് 1 മണിക്കൂർ ഫിക്സഡ് ആക്കി വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ വേണമെന്നുള്ള ഒരു കോൺട്രാക്ട് ഉണ്ട്. അപ്പൊ നമ്മള് അത് തികയ്ക്കാൻ വേണ്ടിയിട്ടും കുറച്ച് കഷ്ടപ്പെട്ട് കുശുമ്പും നുണയും ഒക്കെ പറഞ്ഞു. അത് തികയ്ക്കാൻ വേണ്ടിയും പിന്നെ വേറൊരു ക്യാച്ച് ഉള്ളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 hours. അത് നമ്മള് പോഡ്കാസ്റ്റ് സ്പോട്ടിഫൈയിൽ ഇട്ടിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റും. അപ്പോഴത്തേക്കും ആ ഒരു റിലവൻസി അങ്ങ് പോകും. എന്നാലും കുഴപ്പമില്ലാതെ പിടിച്ചു തന്നു ഒരു വർഷം. ആദ്യത്തെ ആ ഒരു സമയത്ത് ഈ 200K എന്നൊക്കെ പറയുന്നത് നമുക്കൊരു സ്വാഭാവികമായിട്ടുള്ള ഇത് ഇന്റർനെറ്റ് പോഡ്കാസ്റ്റ് ടൈമില് 100K ഇപ്പഴും നമ്മള് 20K ഒക്കെ ഇല്ലേ, അതേപോലെ 100K അടിച്ചോളാം. 100K അടിച്ചോളാം. അത് വ്യൂ കുറവാണല്ലോ, എന്ത് പറ്റി 100K കുഴപ്പം? നമ്മൾ 5 പേര് സംസാരിച്ചാൽ പോലും അതൊരു 200 എന്ന് പറയുന്നത് മിനിമം. അതെ, മിനിമം സാധനം. അങ്ങനത്തെ ലെവലിലായിരുന്നു അന്ന്. ആ ടൈമിന്റെ ഇതാണ് കോവിഡ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ. കോവിഡിന്റെ സംഭവം ഉണ്ടായിരുന്നു. ശരി, ടൈമിന്റെതും കൂടെയാണ്. അപ്പൊ ആൾക്കാർ വീട്ടിൽ ഇരിക്കുമ്പോൾ അവർക്ക് റിലാക്സേഷൻ ആയി. ഫസ്റ്റ് അങ്ങനെ പോഡ്കാസ്റ്റുകളും ഇല്ലായിരുന്നല്ലോ ആ സമയത്ത്. ഇപ്പോഴത്തെ പോലെ ഒരു കുത്തൊഴുക്കില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരു കുറെ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഇപ്പൊ നമ്മുടെ ഇതിൽ വരുമ്പോ നമ്മുടെ പുതിയ സീസൺ തുടങ്ങുമ്പോ നമ്മൾ കുറച്ച് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കൂടി മാനേജ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗസ്റ്റുകളെയും കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട്. അതെ, നല്ല ക്വാളിറ്റി ഗസ്റ്റുകളെ നമ്മൾ കൊണ്ടുവരും. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സിസ്റ്റമാറ്റിക് ആകും, കുറച്ചും കൂടെ ഒന്ന് ക്വാളിറ്റിക്ക് വേണ്ടി കുറച്ച് വർക്ക് ചെയ്യണം. അങ്ങനെ കുറച്ച് ക്രിയേറ്റീവ് ആവാം എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ഓഡിയോ പ്ലാറ്റ്ഫോമിൽ ഇല്ലേന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു അടുത്ത സീസൺ തൊട്ട് നമ്മൾ ഓഡിയോ പ്ലാറ്റ്ഫോമിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അത് ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ പറയാം. പിന്നെ നമ്മുടെ ഈ ഒരു കുറെ ഇതിന് മുന്നേ തന്നെ ആൾക്കാർ ചോദിക്കുമായിരുന്നു സ്റ്റുഡിയോ ഉണ്ടായി. നമ്മള് ഈ വീടെടുത്തപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ സെറ്റ് ചെയ്യുമെന്ന്. വീടെടുത്തതിന്റെ ഉദ്ദേശം അതായിരുന്നു, ഒരു ഫസ്റ്റ് ഉദ്ദേശം അതായിരുന്നു, ഒരു സ്റ്റുഡിയോ എന്ന് പറയുന്ന സെറ്റപ്പ്. അപ്പൊ അന്നേ ആൾക്കാർ കുറെ ചോദിക്കുമായിരുന്നു എവിടെയാണ്, എന്തായി സംഭവം, എന്തായി. ഏതാണ്ട് 7 മാസമായി ചോദിക്കാൻ. 6 മാസമാവും. നമ്മള് AC വാങ്ങിച്ചിട്ട് തന്നെ 6 മാസമായി. 6 മാസം AC പോലും നമ്മൾ ഇട്ടിട്ടില്ല. നമ്മളെല്ലാരും ഇവിടെ തന്നെ ഇരുന്നു, ഈ റൂമിൽ തന്നെ ഇരുന്നു. അതിന്റെ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ആദ്യം സോഫയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ സോഫ ഇത് ശരിയാ, കുറച്ചടുത്ത് സോഫ നമ്മൾ പോയി നോക്കി. പിന്നെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. സോഫ നോക്കി, പിന്നെ അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എടുത്ത്, പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സോഫ കണ്ടുപിടിച്ച് അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതെ, അതെടുക്കാൻ എത്ര റേറ്റ് ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ കുറച്ച്, പിന്നെ അത് ചെയ്യണോ അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം. ഫസ്റ്റ് കൺഫ്യൂഷൻ നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന ഈ ലൊക്കേഷനിൽ വെച്ച് പോഡ്കാസ്റ്റ് ചെയ്യണോ അതോ ഒരു റൂമിലോട്ട് മാറ്റണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാര്യം റൂം ഇത്തിരി ഇടുങ്ങിയത് മീൻസ്
ഇത്ര ഹോളിന്റെ ഇത്ര സൈസ് ഇല്ല. ഇല്ല. അപ്പോഴ് അവിടെ എല്ലാരും കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു കൺജസ്റ്റഡ് ആവോ അങ്ങനത്തേക്ക് ഒരു പ്രശ്നം നമ്മളിങ്ങനെ ആലോചിച്ചായിരുന്നു. അലട്ടിയായിരുന്നു. അലട്ടി. അപ്പോഴേ വിചാരിച്ചെങ്കിൽ പിന്നെ ഹോൾ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. എ സി വെക്കാൻ പറ്റൂല. എ സി വെക്കാൻ പറ്റൂല എന്നല്ല, എ സി വെക്കണമെങ്കിൽ അമ്മാതിരി 2 AC ഒക്കെ വെച്ച് വെക്കേണ്ടി വെക്കണം, കുറച്ചെടുത്ത് പൊളിക്കണം. പിന്നെ ഈ പാർട്ടീഷന്റെ ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അങ്ങനത്തെ ഇഷ്യൂസ് വന്നപ്പോഴത്തേക്കും പിന്നെ പാർട്ടീഷൻ മാത്രമല്ല, നമ്മളിത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോർ. അപ്പൊ ഈ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് ഡോറിൽ കൂടെയൊക്കെ ചിലപ്പം ഡിസ്റ്റർബൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പിന്നെ ആ റൂം തന്നെ നമ്മൾ പെർട്ടിക്കുലർ അതായിട്ട് എടുത്തു. പക്ഷെ ഇപ്പം അറേഞ്ച് ഒക്കെ ചെയ്ത് വന്നപ്പം ഇറ്റ് ഈസ് സ്പേഷ്യസ് എന്ന് തോന്നുന്നു. കാണുമ്പോ സ്പേഷ്യസ് ആണ്. ഒരു എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോ നമ്മൾ അത്ര വിചാരിച്ച അത്ര ഒരു കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മുടെ സോഫ അതൊരു വെറൈറ്റി സോഫയാണ്. വെറൈറ്റി സോഫയാണ്. അതിലൊരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. നിങ്ങൾ എന്തായാലും കേരളത്തില് ഉള്ള പോഡ്കാസ്റ്റിനെക്കാട്ടി ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള സോഫയാണ്. പുറത്ത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ട പരിചയം ഉണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രം, അതൊരു സാങ്കല്പികം മാത്രം. അങ്ങനെ എന്തല്ലേ പറയുന്നത്? സാങ്കല്പികം. നമ്മളിങ്ങനെ ഇത് സ്റ്റുഡിയോയെ പറ്റി ഇങ്ങനെ പറയുമ്പോഴേ നിങ്ങൾ മറ്റേ വലിയ സ്റ്റുഡിയോ എന്തോ ഭയങ്കര സെറ്റപ്പ് ആണ് അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിച്ച് മറ്റേ ഹൈപ്പ് കയറ്റി വെക്കരുത്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നീയല്ലേ വെച്ചത്. അത് സത്യമാണ് ഗൈസ്. അത്ര നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ പ്രതീക്ഷയൊന്നും വെക്കരുത്. നമ്മളെ കൊണ്ടാവുന്ന വിധം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു നമ്മളതിൽ, അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് പണ്ട് ഇന്റർനെറ്റ് പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പോ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല കേരള യൂട്യൂബ് യൂട്യൂബിലുള്ളത്. പോഡ്കാസ്റ്റുകളുടെ കുത്തൊഴുകാണ്. ഐ മീൻ ലോങ് ഫോർമാറ്റ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കോൺവെർസേഷൻ വീഡിയോസിന്റെ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നില്ല. ചിലപ്പോൾ മറ്റേ ഇന്റർവ്യൂ പോലെ ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെ സെറ്റപ്പ് ആയിരിക്കാം. ഏതാണ്ട് ഒരു പോഡ്കാസ്റ്റ് അല്ല, അത് എല്ലാരും തിരിച്ചറിഞ്ഞു, കുറെ പേര് തിരിച്ചറിഞ്ഞു ഇതിന്റെ ഒരു. ഇപ്പം പേളി മാണിയൊക്കെ ആണെങ്കിൽ അതൊരു ഷോ എന്നുള്ള സെറ്റപ്പിലാക്കി. പക്ഷെ നോക്കുവാണെങ്കിൽ ഏതാണ്ട് പോഡ്കാസ്റ്റ് പോലെയൊക്കെ തന്നെയാണ്. പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഇങ്ങനെ ഒരു ലോങ് ഫോർമാറ്റ് വീഡിയോസിന്റെ കൂടുതലുണ്ട്. അപ്പൊ അത് ഇപ്പൊ തന്നെ ഞാൻ ഏതോ ഒരു ഇതിൽ കണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു അശ്വന്ത് ഗോക്കിന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടത്. അതിൽ ഞാൻ ഈയിടയ്ക്ക് കണ്ടു. അപ്പൊ അതിൽ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആങ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇപ്പം ഈ പ്രൊമോഷന്റെ സാധനങ്ങൾക്കൊക്കെ ഈ വന്ന് സിനിമാക്കാർക്ക് അവർക്ക് തന്നെ ബോറടിച്ചു തുടങ്ങി, കാണുന്നവർക്കും ബോറടിച്ചു തുടങ്ങി, ഈ ആങ്കർമാർക്കും ബോറടിച്ചു തുടങ്ങി. അപ്പൊ ഈ ഒരു ഭയങ്കര എക്സ്പോഷർ ഉണ്ട്, ഓവർ എക്സ്പോഷർ ഉണ്ടല്ലോ ഇങ്ങനത്തെ സാധനങ്ങൾ, ഈ ലോങ് ഫോർമാറ്റ് വീഡിയോസ്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് വേണം ഇപ്പൊ നമുക്കൊരു സാധനം ചെയ്യണമെങ്കിൽ. ഇല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെ പണ്ടത്തെ പോലെ കണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ടൈം നല്ല വ്യത്യാസമുണ്ട്. ആ വീഡിയോ നമ്മൾ ഇടണത് പണ്ട് നമ്മൾ ഇടും പോലെയല്ല. 2022-23 ഇടും പോലെയല്ല. ഇപ്പൊ 25-26 ഇടണം. കാരണം ഒരുപാട് വീഡിയോസ് കാണാൻ ആൾക്കാർക്കുണ്ട്. പിന്നെ അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് വീഡിയോ കുറച്ചു പേര് അങ്ങനെ കാണുന്ന കുറവാണ്. യൂട്യൂബിൽ കയറിയ പണ്ടത്തെ പോലെ ചിലവര് ഇപ്പം ഒരു ചാനലോ അല്ലെങ്കിൽ മൂവി സീൻസ് കാണാൻ വേണ്ടി മാത്രം യൂട്യൂബില് മലയാളത്തില് അങ്ങനെ കാണുന്നവർ ഒരുപാട് പേര് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യൂട്യൂബിൽ അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് മലയാളത്തില് ഒരു വാല്യൂ കൊണ്ടുവരുന്ന കണ്ടന്റ്സ് ഒക്കെ വളരെ കുറഞ്ഞെന്ന് ഒരു അഭിപ്രായം ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബില് നമ്മുടെ ചാനലിലാണെങ്കിൽ സ്ഥിരം വന്ന് കാണുന്ന കുറെ ആൾക്കാരുണ്ട്. ഐ മീൻ ഇപ്പൊ അവരൊരു വീഡിയോ ഇട്ടു എന്ന് വിചാരിച്ചിട്ട് വന്ന് കാണുന്ന ആൾക്കാർ. അത് നമ്മുടെ ഈ ഫസ്റ്റ് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ബോറാണെങ്കിലും ഫസ്റ്റ് ഒരു ദിവസം നല്ല പെർഫോമൻസ് ആയിരിക്കും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. ആ ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിറ്റി പോലെ ഒരു സാധനം നമുക്കുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യാന്നുള്ളത്. എനിക്ക് തോന്നുന്നു കൊളാബറേഷൻ ഒക്കെ വരുമ്പോഴേ ശരിയാവും തോന്നണം. പല പല ഗസ്റ്റുകളൊക്കെ വരുമ്പോഴേ കുറച്ചും കൂടെ ഒരു അവരുടെ ഒരു റീച്ചും ആ ഒരു ഇത് ഇമ്പ്രൂവ് ആവും തോന്നണം. നമ്മൾ മാത്രം ആയതുകൊണ്ടാണ് ഇതില് കൊളാബറേഷൻ ഒരു വലിയൊരു സാധനമാണ്. റീച്ചും കിട്ടാനും വേറെ ഓഡിയൻസിലോട്ട് പോവാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. അതെ അതെ. പിന്നെ ഈ ഗസ്റ്റ് എപ്പിസോഡിൽ നമ്മളിപ്പോ സ്റ്റുഡിയോ ട്രിവാൻഡ്രത്ത് തുടങ്ങി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ മാത്രം
ഒതുങ്ങി കൂടുന്നില്ല. കാര്യം ഇതിപ്പോ എന്തായാലും ഒരു പുതിയൊരു സ്റ്റാർട്ടായിട്ട് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതില് ഇപ്പൊ നമുക്ക് കൊച്ചിയിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ആണ് നമുക്ക് ഗസ്റ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതൊരു ബെനിഫിറ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വി വിൽ. നമുക്ക് അങ്ങനത്തെ ഇതുണ്ടല്ലോ, എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എവിടെ വേണോ അല്ലേ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഈ റൂമിൽ മാത്രം ഇതൊരു നമ്മളൊരു സ്പേസ്, ഒരു ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ സ്പേസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കി ഇപ്പൊ ഗസ്റ്റിന് കൊച്ചിയിലാണ് കംഫർട്ട് ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. ഇവിടെ മാത്രം ഒതുങ്ങിക്കൂടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല. ചിലപ്പം കുറച്ച് ഒരുപാട് ആളുണ്ടെങ്കിൽ നമുക്ക് ഹാളിൽ തന്നെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും സാധ്യതയുണ്ട് അല്ലേ? ഇപ്പൊ എനിക്ക് ഉല്ലാസിന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മള് ഇന്റർലെസ് പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങിയില്ലേ, അപ്പോഴ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യുമ്പോഴോ എന്തെങ്കിലും നമ്മളെ ഇതിൽ എന്തെങ്കിലും വ്യത്യാസമോ എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നി? അല്ല, ഒരു മാറ്റമുണ്ട് എല്ലാവരുടെയും. ആ ഒരു ക്യാരക്ടറിന്റെ ഒരു നല്ലൊരു ഉയർച്ച വന്നതുപോലെ എനിക്ക് തോന്നുന്നു. പണ്ടത്തെ പോലെ ഒതുങ്ങിക്കൂടി ഇരിക്കുന്നതല്ല, കുറച്ച് ഒരു കംഫർട്ട് സോണൊക്കെ വിട്ടു വരാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടത്തുന്നതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ എന്താണ് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നുണ്ട്. വൈറലാവണ്ടേ? അല്ല, അവിടെ ആയിരുന്നപ്പോ ഈ കുറച്ചും കൂടെ ഒന്ന് പോളിഷ് ചെയ്തേ സംസാരിക്കുള്ളായിരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേ അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, വിമർശനങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ചിട്ട് ചീത്തവിളികളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളുള്ളൂ. മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ പോലെ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പോഡ്കാസ്റ്റ് സംസാരിക്കണതിൽ കുറച്ച് കോൺഫിഡൻസ് കൂടിയ തോന്നുന്നുണ്ട്. മാറ്റം ഉണ്ടോ തോന്നുന്നു അല്ലേ? അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പൊ കാണുന്നവർ എന്താന്ന് വെച്ചാൽ അതുകൂടെ ആഡ് ചെയ്യുക. അത് പ്രത്യേകിച്ച് എനിക്കും ഉല്ലാസിനുമാണ് പ്രത്യേകിച്ച് ഒരു ഇത് ഉണ്ടായിരുന്നത്. പോഡ്കാസ്റ്റിലെ ടൈമില് ഈ ശ്രീകാന്തിനും വിനുവിനും ഒക്കെ ഒരു അത്യാവശ്യം സംസാരിക്കാനൊക്കെ ഒരു എങ്ങനെയാണ് ഇങ്ങനെ അനർഗളം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇതൊക്കെ എവിടുന്ന് ഞാനൊക്കെ ചില സമയത്ത് ഇങ്ങനെ ബ്ലാങ്ക് ആയിപ്പോ, ഒന്നും വായിൽ വരത്തില്ല, ഇനി എന്ത് പറയും എന്നുള്ള ഒരു ഇതിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പിന്നെ കുറച്ച് ഡീപ്പായിട്ട് പോകാനുള്ള ഒരു ശേഷിയുണ്ട് ചേട്ടനൊക്കെ. വേറെ ആരും ചിന്തിക്കാത്ത ഒരു പെർസ്പെക്റ്റീവ് ഇങ്ങനെ ചിന്തിച്ച് സംസാരിക്കും. നല്ലൊരു പോഡ്കാസ്റ്റ് മെറ്റീരിയൽ അല്ല, ബിബി മെറ്റീരിയൽ എന്നൊക്കെ പറയാം. അങ്ങനെയുണ്ട്. ആ സംഭവം എനിക്ക് എന്താ ഇതില്ല. അല്ല അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമ്മൾ രണ്ടുപേർക്കും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഞാൻ കുറച്ച് ഇന്ന് ഞാൻ വെറുതെ പറയണല്ല, ആൾക്കാര് പറഞ്ഞതിൽ പറയുന്നതാ, അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് കണക്കാക്കിയല്ല, ആൾക്കാരെ ഫീഡ്ബാക്ക് കണ്ടിട്ട് പറഞ്ഞു. ഇന്ന് നമ്മള് ശ്രീകാന്തേട്ടൻ മിസ്സിംഗ് ആണ്. പുള്ളിക്കാരന് അർജന്റ് വർക്കൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇന്നത്തെ ഒരുപാട് ആവശ്യമുള്ളൊരു സാധനമാണല്ലോ. ആവശ്യമുള്ള ഒരു സാധനമാണ്. പിന്നെ നമ്മുടെ പഴയ പോഡ്കാസ്റ്റ് തൊട്ടേ ഉള്ളൊരു കോർ മെമ്പറാണ്. പിന്നെ നമ്മള് ഇപ്പം മിസ്സായി പോയിന്നേ ഉള്ളൂ. അതെ, ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് സാഹചര്യം അങ്ങനെ ആയിപ്പോയി. കാരണം അവിടത്തെ എപ്പിസോഡ് ഫസ്റ്റിലേ അവൻ കാണും. അതെ ഫസ്റ്റിലേ കാണും. നമ്മൾ ഇന്ന് എടുത്തില്ലെങ്കിൽ ഉല്ലാസം ഒരു ട്രിപ്പും പോകുന്നു, അപ്പോഴേ ആ ഒരു ഷൂട്ട് ചെയ്യാൻ പറ്റൂല. അപ്പോഴാ ഒരു സാഹചര്യത്തിൽ ഉദ്ഘാടനത്തിന്റെ അന്നേ ഞാൻ എത്തത്തുള്ളൂ. അതിനിടയ്ക്ക് ഷൂട്ടിംഗ് നടക്കാത്തത് കൊണ്ടാണ് നമ്മൾ മൂന്നുപേരുടെ നിന്ന് എടുക്കുന്നത്. അപ്പൊ ശ്രീകാന്തേട്ടനെ നമ്മൾ എന്തായാലും ഇവിടെ മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പഴയ കഥകളൊക്കെ കേൾക്കാനുള്ളതായിരുന്നു ഇപ്പോഴും. അതെ അത് നമ്മള് ഈ ഒരു പുതിയൊരു സ്ഥാനം വരുമ്പോഴ് അത് കോമ്പൻസേറ്റ് ആവും. പിന്നെ അവിടത്തെ നമ്മളും എക്സൈറ്റഡ് ആണ് അല്ലേ, എന്താണ് ഇനി അവിടെ കമ്മ്യൂണിക്കേഷൻ പോഡ്കാസ്റ്റ് എടുക്കുമ്പോ എങ്ങനെയാണ് എന്നുള്ളത്. കാര്യം ഈ സംസാരത്തിന് സ്പേസ് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു ഇതുപോലെയല്ല അവിടെ. അല്ല, ഇവിടത്തെ ഇതില് ആൾക്കാർ പറയുന്നുണ്ട്, ഇപ്പൊ നമ്മള് പല ദിക്കിലിരുന്ന് സംസാരിക്കുന്ന ഓരോ ഫീല് കിട്ടുന്നുണ്ട്. കമന്റിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ സ്വിച്ച് ചെയ്യുമ്പോ ചേട്ട ഒറ്റയ്ക്ക് അവിടെ ഇരിക്കണ, നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കണ, ആ ഒരു സംഭവം ഇങ്ങനെ ആൾക്കാർ കമന്റ് പറയുന്നുണ്ട്. പിന്നെ സ്പേസ് ഒരു ഇമ്പോർട്ടന്റ് ഒരു ഫാക്ടർ ആണ്. അത് നമ്മളെ സൈക്കോളജിക്കലിയും നമുക്ക് ഒരു ഓപ്പൺ അപ്പ് ആവാനും ആ ഒരു ഇന്റിമസി ഇത് ചെയ്യാനും ഒക്കെ സ്പേസ് അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. അവിടെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ അടുത്താണ് നമ്മൾ ഇരിക്കണേന്ന് തോന്നുന്നു.
അതൊരു വേറെ സാധനമാണ്. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ സംസാരിക്കാൻ പറ്റണം, ഈ കംഫർട്ടബിൾ ആവണം, സംസാരിക്കാനും പറ്റും, ഒരു കോൺവെർസേഷനിലോട്ട് ഇറങ്ങി ചെല്ലാനുള്ള ഒരു ഇത് വരണം. അതെ അതെ. അതിന് സ്പേസ് എങ്ങനെ ഇരിക്കും, അത് എങ്ങനെ പോവും എന്നൊക്കെ നമുക്ക് അത് അവിടുത്തെ ഫസ്റ്റ് എപ്പിസോഡ് കഴിയുമ്പോഴേ നമുക്കറിയാം. കാര്യം നമ്മള് അവിടെ നിന്ന് ഒന്നും ഇരുന്ന് അങ്ങനെ സംസാരിച്ച് ആ ഒരു ടെസ്റ്റ് പോലും നടത്തിയിട്ടില്ല ഇതുവരെ. അപ്പൊ അവിടെ ഇനി കുറച്ച് പണിയും കൂടെ ഉണ്ട്, അതോടെ കഴിഞ്ഞിട്ടേ അതോടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് വ്യത്യസ്തമായിരിക്കുമെന്ന് തോന്നുന്നു. കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വെറൈറ്റി പിടിക്കാൻ ശ്രമിക്കുന്നതാണ്. എന്തായാലും നിങ്ങള് നമ്മള് ഇപ്പൊ കാണുന്ന പോലെ ആയിരിക്കില്ല അവിടെ ചിലപ്പോ വേറെ അല്ല, അവിടെ കുറച്ച് എക്സ്പെരിമെന്റ് നടത്തണം. തുടക്കത്തിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ഒരു സാധനം കിട്ടുമെന്ന് ഞാൻ വാഗ്ദാനം തരുന്നില്ല. ലൈറ്റിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് അതൊന്ന് സെറ്റ് ആക്കി എന്തായാലും ലൈറ്റിംഗ് നന്നാക്കിയാലേ പറ്റും. ഈ തല തിളങ്ങാൻ പാടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ തൊപ്പി വാങ്ങിച്ചു ഇങ്ങനെയാണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? അല്ലടാ, ഒരു മാസം എടുക്കും ആ ഒരു സ്റ്റുഡിയോ വന്നാല് അതൊന്ന് ഫീഡ്ബാക്ക് ഒക്കെ കിട്ടി അതൊന്ന് ചെയ്യാൻ ഒരു 1 month എടുക്കും. അതാ ഒരാഴ്ച കൊണ്ട്. എന്തായാലും ലൈറ്റിങ്ങിന്റെ കാര്യം ഫുള്ള് ഉല്ലാസാണ്. അപ്പൊ എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ ഉല്ലാസിനോട് പറയാ. നിങ്ങള് അത് കണ്ടിട്ട് നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് ഒക്കെ തരണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഈ ഹൈപ്പിൽ ഇത് എന്തോന്ന് മറ്റേ ആ പ്രതീക്ഷയുടെ അമിതഭാരം വെക്കരുത്. അതെ അതെ. നിങ്ങൾ ഹൈപ്പ് കുറച്ചതല്ല, നാള് കയറ്റിക്കൊണ്ട് ഹൈപ്പ് ഇടിക്കുകയാണ് ഇവിടെ ഇടിക്കുകയാണെന്ന് തോന്നുന്നു. അല്ല ഒരുപാട് പേർക്ക് ഇതെന്തോ വലിയ സംഭവം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണം എന്നൊരു ഫീല് വന്നു കഴിഞ്ഞാൽ അയ്യേ എന്ന് തോന്നരുതെന്നുള്ളത് ഒരു മുൻകൂർ ജാമ്യം എടുത്തേ ഉള്ളൂ. പക്ഷെ അയ്യേ നിങ്ങൾക്ക് തോന്നൂല, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. എവിടെയെങ്കിലും മഹേഷിന്റെ പ്രതികാരത്തിൽ വിളിച്ച് എന്തായാലും ഞാൻ എക്സൈറ്റഡ് ആണ് ഗൈസ്. അത് പിന്നെ നമ്മുടെ ഈ ഒരു ആംബിയൻസ് ആയിരിക്കുമല്ലോ അവിടെ. അപ്പൊ അതെന്തായാലും നമുക്ക് നോക്കാം, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതിന്റെ ഉദ്ഘാടനം വരും ദിവസങ്ങളിൽ നടക്കുന്നതായിരിക്കും. അതിനൊരു സ്പെഷ്യൽ ഗസ്റ്റും നമുക്ക് അതിഥിയായിട്ട് വരുന്നുണ്ട്. ഇനാഗുറേഷൻ പോഡ്കാസ്റ്റിന് പോഡ്കാസ്റ്റിന് അത് അവരെ കംഫർട്ട് പോലെ ഇരിക്കും. ചിലപ്പോ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് പോകും, ചിലപ്പോ ഒരു പോഡ്കാസ്റ്റ് എടുക്കും. പിന്നെ അത് ഒരുപാട് ഊഹാപോഹങ്ങൾ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഒരുപാട് പേര് പറയുന്നു നസ്ലിനാണെന്ന് വരെ പറയുന്നു. പിന്നെ ചന്തു സലിംകുമാർ ആണെന്ന് കുറച്ചു പേര് പറയുന്നുണ്ട്. പിന്നെ ടൊവിനോ ആണെന്ന് പറയുന്നുണ്ട്. മോഹൻലാലാണെന്ന് പറഞ്ഞു. ആസിഫ് അലി പറയുന്നുണ്ട്. കുറച്ചുപേര് പറയുന്നുണ്ട് ചിലപ്പോ ഇവരാരും അല്ല, നമ്മൾ മാത്രം കട്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഊഹാപോഹങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, റൂമേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാം അടിച്ചിറക്കുന്ന ഒരാളാണ്. അത് ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങൾക്ക് നിരാശ പെടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇവര് നിരാശപ്പെട്ടില്ലെങ്കിലും ഇവിടെ ഉള്ള കുറച്ച് പേര് നിരാശപ്പെടും, നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് പേര്. അത് ഉറപ്പാണ്. അതെനിക്ക് തോന്നുന്നു ചിലപ്പം തല്ലും കിട്ടാനുള്ള സാധ്യത തോന്നുന്നു. എന്തായാലും ഒരാൾ തന്നെ മേടിച്ചു കൂട്ടും, കുഴപ്പമില്ല. അയ്യോ, ഞാൻ വീട്ടിലും പറഞ്ഞ ഇത് കേൾക്കുമ്പോ അവർക്ക് മനസ്സിലാവുമായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പഴയ സീസൺ എൻഡ് ചെയ്യുന്ന ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് പുതിയ സീസണെ പറ്റി പറയാനുള്ളത്. അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഈ കുറെ ആൾക്കാരിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമല്ലേ, അപ്പൊ അതിനൊരു എക്സ്പ്ലനേഷനും കൂടെയാണ് ഈ ഒരു വീഡിയോ തോന്നുന്നു. ഒരുപാട് നാളായി, കാരണം സോഫ വരും എന്ന് ഒരുപാട് പേര് ലൈവില് ചോദിക്കുന്നുണ്ട്. ഒരുപാട് നമുക്കും അറിയാം കുറച്ച് ഭയങ്കര ഡിലേ ആയിപ്പോയെന്ന് അറിയാം. നമ്മളും കുറച്ച് ഒന്ന് ഉഴപ്പിയായിരുന്നു ഒരു ചില ടൈമിൽ, കുറച്ച് ടൈമിൽ ആദ്യത്തെ ഒരു ടൈമില് കുറച്ചൊന്ന് ഉഴപ്പിയായിരുന്നു. പക്ഷെ അത് സെറ്റായി ഒരു കുറച്ച് സമയം എടുത്തെങ്കിലും സെറ്റായി. അപ്പൊ എന്തായാലും സ്റ്റുഡിയോ ആണ് ഇനി. അതെ ഇനി ഒരു ബിഗ് ഇവന്റ്, ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ ഒരു ബിഗ് ഇവന്റ് നമ്മുടെ സ്റ്റുഡിയോ റിവീലിംഗ് ആണ്. പിന്നെ ഇതിനു വേണ്ടി എല്ലാവരും, നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ഒരു പ്രത്യേക നന്ദിയുണ്ട്. കാരണം നമ്മുടെ ഒരു അത്രയും ഒരു കമ്മ്യൂണിറ്റി പോലെ നമ്മളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ പുറത്തുനിന്നുള്ള ആൾക്കാർ വരെ ഇങ്ങനെ, പുറത്തുള്ള യൂട്യൂബേഴ്സ് വരെ അവര് തന്നെ ചോദിക്കുന്ന ഒരു സംഭവമാണ്, ഇത്രയും ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി നിങ്ങൾക്കുണ്ടല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നമുക്ക് കിട്ടിയെന്നറിയില്ല. പക്ഷെ എന്തായാലും അത് ഭയങ്കര ലക്കിയാണ്. അത് ബാക്കി ഒരു യൂട്യൂബേഴ്സിന് കാണാത്ത ഒരു കമ്മ്യൂണിറ്റിയും ഒരു ലോയൽ സബ്സ്ക്രൈബേഴ്സും നമുക്കുണ്ട്. നമ്മള് ഭയങ്കരമായിട്ട് നമ്മള്
ഇത് ഇങ്ങനെ കാണാറുണ്ട്. നമ്മൾ നന്നായി കാണണമെന്ന് അവര് ഒരു സെൽഫ്ലെസ് ആയിട്ട് ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം ഒരു ഒന്നുമില്ല. പിന്നെ ഈ ഇപ്പം ലൈവ് ആണെങ്കിൽ പോലും ലൈവില് തന്നെ ഈ കമന്റ്സ് ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് തന്നെ ഇപ്പൊ പീതാംബരം മാമൻ അങ്ങനെയുള്ള മറ്റേ ക്യാരക്ടറുകളുണ്ട്, സജിത് സദാനന്ദ, അതന്നെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്താ നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള ഒരാളെ പോലെയാണ് അവര് കമന്റ് ഒക്കെ കാണുന്നത്. അയ്യോ വന്നു അവര് വന്നു എന്നുള്ളൊരു ആ ഒരു കമ്മ്യൂണിറ്റി നമ്മളതിലുണ്ട്. കാരണം നമ്മള് ഒരു ലൈവിലെ ഒരാള് മിസ്സായി പോയാൽ നമുക്ക് തോന്നും പുള്ളി വന്നില്ലല്ലോ എന്ന് നമ്മള് ആലോചിക്കും. ഇന്ന് പീതാംബരം മാമൻ വന്നില്ലല്ലോ, സജിത് സദാനന്ദം വന്നില്ലല്ലോ, ഗോഡ്വിൻ വന്നില്ലല്ലോ, അലക്സ് വന്നില്ലല്ലോ, അങ്ങനെ അന്നക്കുട്ടി വന്നില്ലല്ലോ, പിന്നെ ശ്രീലക്ഷ്മി, അങ്ങനെ ഒരുപാട് പേര്, യോളോ, അഭിജിത്ത്, അങ്ങനെ ഒരുപാട് പേര്. ഇതിൽ കുറച്ചുപേരെ വീട്ടിൽ പോയി. പിന്നെ ലിജിൻ ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് ഇടുന്ന മിക്കവര് നമുക്ക് അറിയാം. അത് വായിക്കുമ്പോഴേ അറിയാം. ഇപ്പം നിങ്ങൾ ഫേക്ക് അക്കൗണ്ട് ഇട്ടാലും നമുക്കറിയാം നിങ്ങളാണെന്ന്. കാര്യം ആ ഒരു ശൈലിയൊക്കെ മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. അപ്പൊ അതിനി വലുതാക്കുക. ഇപ്പോ എന്തായാലും നിങ്ങൾ കൂടെ ഉള്ളവരെ എന്തായാലും ഡിസപ്പോയിന്റഡ് ആക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. അതെ, നമ്മളൊരു 100% എഫേർട്ട് എന്തായാലും ഇതിൽ കൊടുക്കുന്നു. ഇനി അതിന്റെ റിസൾട്ട് പ്രോസസ്സ് നമ്മൾ നന്നായിട്ട് ചെയ്യും. നമ്മൾ റിസൾട്ട് അധികം നോക്കാതെ നമ്മൾ എന്തായാലും ഒരു ലോങ് ടൈമിൽ നമ്മൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ കൊണ്ടുവരാനുള്ള ഗസ്റ്റിന്റെ സജഷൻസ് ഒക്കെ ഒന്ന് പറയുക, മെസ്സേജ് അയക്കുക. എനിക്ക് തോന്നുന്നു ഈ ഹെൽപ്പിംഗ് മെന്റാലിറ്റി കുറെ ആൾക്കാർക്കുണ്ട്. നമ്മളെ എങ്ങനെയെങ്കിലും തള്ളി കയറ്റണമെന്നുള്ള ആഗ്രഹത്തോടുള്ള കുറെ ആൾക്കാരുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇപ്പോ ചിലപ്പോ നമ്മൾ വലിയൊരു ബിഗ് യൂട്യൂബ് ചാനലോ അങ്ങനത്തെ വലിയ സെറ്റപ്പ് ഒന്നും ആവൂലായിരിക്കും. പക്ഷെ എന്നാലും കൂടെ ഉള്ള ഈ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്ന് വലിയ ആഗ്രഹം. അത് അങ്ങനെ കളഞ്ഞിട്ട് പോകണ്ട എന്നുള്ളൊരു സാധനമുണ്ട്. അത് പണ്ട് കളഞ്ഞിട്ട് പോയതിന്റെ ഒരു വിഷമമുണ്ട്. അത് കളഞ്ഞിട്ട് പോകാതിരിക്കാനാണ് മാക്സിമം നമ്മൾ ശ്രമിക്കുന്നത്. അതെ. പിന്നെ കുറച്ചു പേര് നമ്മൾ ശ്രമിക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നതെന്ന് കുറച്ച് അഭിപ്രായങ്ങളുണ്ട്. അത് ഒരു പരിധി വരെ കുറച്ച് ശരിയുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മളുള്ള ടൈം ഇപ്പം എല്ലാവർക്കും നമ്മളെ ഒരു ടീമിന് എല്ലാവർക്കും ഒത്തുകൂടാൻ ടൈമൊക്കെ ഇത്തിരി കുറച്ചേ കിട്ടും. ആ സ്ലോട്ട് വളരെ ചുരുങ്ങി, അതൊരു പ്രശ്നമായിരുന്നു. പിന്നെ എല്ലാവർക്കും ഫാമിലി അല്ലാത്ത 3-4 പേര് മാത്രമേ ഇപ്പം ഫാമിലി ഉണ്ട്. പിന്നെ ജോലിയിൽ കുറച്ച് തിരക്കായിട്ട് പോകുന്നവരുണ്ട്. അപ്പം അതിന്റെയൊക്കെ ഒരു ഇതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാനുള്ള സമയം കുറവാണ്. അപ്പോഴും നമ്മൾ വലിയ കണ്ടന്റ് എടുക്കണമെങ്കിൽ അതിലൊരു ടൈം ഫ്രെയിം കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രെയിൻ സ്റ്റോം ചെയ്ത് ആ ഒരു ഇത് കുറച്ച് സമാധാനമായിട്ട് എടുക്കാനും ഒരു ഇത് കിട്ടും. പിന്നെ മറ്റേ ഒരു കോർപ്പറേറ്റ് പോലെ മറ്റേ ഇന്ന സമയത്ത് ഇവിടെ വരണം, അങ്ങനെ നമ്മള് അത് ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മള് ഇപ്പൊ കുറച്ചുപേര് മാത്രമേ ഉള്ളൂ ഇവിടെ ഈ സ്ഥിരം എന്നുള്ളൊരു സാധനത്തിൽ വരുന്നത്. ബാക്കിയുള്ളവർക്ക് അവരുടെ ടൈം അനുസരിച്ചിട്ട് വേറെ. അതെ. പക്ഷെ അവരുടെ ടൈം മാക്സിമം അവര് ചെറിയ ടൈമിലൊക്കെ അവര് ഫ്രീ ടൈമിലും അവര് ടൈം ഉണ്ടാക്കിയത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. നമ്മുടെ CK കരമന എന്നൊക്കെയാണ് അത് ഭയങ്കര CK അരുൺ ഹാഷിം ശ്രീകാന്ത് ഒക്കെ ടൈം ഫ്രെയിം വളരെ ആക്ച്വലി അവന്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പം ആ വർക്കും ഇങ്ങനെ അതിനിടയിൽ സമയം ഇങ്ങനെ ഓരോന്നിങ്ങനെ പകുത്ത് 24 മണിക്കൂർ അവൻ എനിക്ക് തോന്നുന്നു 26 മണിക്കൂറാണ് കണ്ടു. അങ്ങനെയാണ് അവൻ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ടൈം മാനേജ് ചെയ്താണ് വരുന്നത്. 1 മണിക്കൂർ പോലും ഒരു 5 മിനിറ്റ് പോലും അവന് ഗ്യാപ്പില്ല. അപ്പൊ അത്രയും അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഇവിടെ നമുക്ക് പോഡ്കാസ്റ്റിനായാലും ബ്ലോഗിനായാലും ഒക്കെ വരുന്നത്. അപ്പം അവരുടെ എഫർട്ട് നമ്മൾ കാണാതെ പോരുത്. പിന്നെ ഇപ്പം നമ്മള് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോഡ്കാസ്റ്റ് ഒന്ന് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വ്ളോഗിന്റെ സാധനമാണ് നമ്മളിപ്പോ പറഞ്ഞത്. കാര്യം ബാക്കിയുള്ളവരുടെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് അത് ഒരു ഇതാണ്. അതൊരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. അത് അങ്ങനെയാണ്. അതൊന്ന് മാനേജ് ചെയ്യണം. പിന്നെ വ്ളോഗ് കുറച്ചും കൂടെ നമ്മളെ കണ്ടന്റ് കുറച്ചും കൂടെ നമ്മളും കൂടെ എൻജോയ് ചെയ്താലേ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ കണക്ട് ആവും. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ അവന്മാർക്കാണെങ്കിലും അവന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും എൻജോയ്മെന്റ് ഉണ്ടെങ്കിലല്ലേ ഒരാള് വരാൻ താല്പര്യപ്പെടും. ഒരു സത്യം.
നമ്മൾ എൻജോയ് ചെയ്താൽ നിങ്ങൾക്കും എൻജോയ് അങ്ങനെ ഒരു റിസൾട്ട് വെച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ലാതെ നമ്മൾ വ്ളോഗിന് ഒരു ടൈം ഫ്രെയിം വെച്ചിട്ട് എടുക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ വ്ളോഗിന്റെ ആ ഒരു നമ്മുടെ ഒരു ഇതങ്ങ് നമ്മളെ ഫണ്ണൊക്കെ ഇല്ലേ കുറച്ച് കൂടുതൽ ഫണ്ണൊക്കെ നമുക്ക് അത്രയും ടൈറ്റ് ആയി ടെൻഷൻ അടിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ണൊന്നും വരയില്ല. മുഖത്ത് തന്നെ അറിയാൻ പറ്റും, എല്ലാവരുടെയും മുഖത്ത് അറിയാൻ പറ്റും. അങ്ങനെ വലിയ അഭിനേതാവൊന്നും ഇവിടെ ആരില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വ്ളോഗിന്റെ കാര്യങ്ങൾ. പക്ഷെ ഇപ്പൊ നമ്മുടെ പോഡ്കാസ്റ്റിന്റെ സാധനം നമ്മളൊന്ന് കറക്റ്റ് ആക്കാന്ന് തന്നെയാണ് മെയിൻ. അതിപ്പം എന്തായാലും നമ്മൾ ഇത്രയും വലിയ ബുദ്ധിമുട്ട് വരില്ല, അല്ലാണ്ട് തന്നെ നമ്മൾ എന്തായാലും കറക്റ്റ് ആക്കാം. പിന്നെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും ഇടയ്ക്ക് കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ട്. ഇടയ്ക്ക് കൊണ്ടുവരുന്ന അവരുമായിട്ട് സംസാരിച്ച് പിന്നെ അവര് നമ്മളെ കുറച്ച് പൊക്കി പറയണത് കേട്ട് അങ്ങനെയൊക്കെ മുമ്പ് നമ്മളത് ചെയ്തിട്ടുണ്ടല്ലേ ഇന്റർനെറ്റ് പോഡ്കാസ്റ്റിൽ നമ്മള് ചെയ്തിട്ടുണ്ട്. ഗായത്രി വന്നിട്ടുണ്ട്, പിന്നെ ഉണ്ണി വന്നിട്ടുണ്ട്, മെഴുക്. അതെ. അപ്പം അതേപോലെ ഇവിടെയും നമ്മള് നമ്മുടെ കോറായിട്ടുള്ള നമുക്ക് ഇതിൽ വരാൻ താല്പര്യമുള്ള സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഇവിടെ വരാവുന്നതാണ്. അതെ അതെ, നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോഴേ നമുക്കും പ്രയോജനം, നിങ്ങൾക്കും ഒരു സംസാരം, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അത് നമ്മളെ പോലെ തന്നെ ഇവിടെ വരാം. അല്ലാണ്ട് അങ്ങനെ ഒരു സെപ്പറേറ്റ് സ്പെസിമെൻ ആയിട്ടൊന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള സെലിബ്രിറ്റീസിനും വരാം. അല്ലല്ലേ പറയാൻ പറ്റുമോ ഉണ്ടെങ്കിലോ? അതാണ് നിങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരിക. അതെ അതെ, ഒരു ഇതും കൂടാതെ തന്നെ നമുക്ക് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്തിയത് നമ്മൾ അങ്ങോട്ട് മെസ്സേജ് അയക്കാം. അത് ചിലപ്പോ കമന്റിൽ ആരെങ്കിലും പേര് മോഹൻലാൽ കേട്ടു, അതെ ഞാൻ മോഹൻലാൽ. അല്ല, 1-2 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആൾറെഡി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ വരാന്നുള്ള രീതിയിൽ, വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളത്. അവരെയൊക്കെ നമുക്ക് എന്തായാലും കൊണ്ടുവരണം. അപ്പൊ അതാണ് എല്ലാരും ഓൾവേസ് വെൽക്കം. എല്ലാരും വാങ്ങോ. അത് പിന്നെ കാണാൻ തോന്നിയിട്ടേ ഇല്ല. എല്ലാരും വാ. അതില് വേറൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു, അത് ഒരു തേങ്ങയൊക്കെ വലിഞ്ഞ് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടായിരുന്നു അത് പറയണത്. പിന്നെ അതില്ലെന്ന് തോന്നല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ അതൊക്കെയായിരുന്നു നമ്മുടെ ഈ സ്റ്റുഡിയോ അപ്ഡേറ്റും നമ്മുടെ ഇത്രയും കാലത്തെ ഒരു ജേണിയുടെ കാര്യമൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതെ അതെ, ഇനി അടുത്ത പോഡ്കാസ്റ്റ് നമ്മൾ വേറൊരു സ്ഥലത്തായിരിക്കും, പുതിയ ലൊക്കേഷനിൽ, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ വേറൊരു ലൊക്കേഷൻ ആയിരിക്കും. ഇതിന്റെ ഒരു ഇനോഗ്രേഷൻ, ഒരു ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഒരു വ്ളോഗ് ആയിട്ട് വരുന്നത്. ഇതിനു മുമ്പ് ഇവിടെ കണ്ടവര്, ഈ ഗസ്റ്റിനെ കണ്ടവരാരും സ്പോയിലർ ചെയ്യരുത്. ഇവിടെ അടുത്തുള്ളവരും ഇവിടെ അടുത്തുള്ളവരൊന്നും കാണുന്നില്ല. നമ്മളിവിടെ ഉണ്ടെന്ന് പോലും അവർക്കറിയത്തില്ല. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ സീസൺ 1 ലാസ്റ്റ് എപ്പിസോഡ്. പിന്നെ നിങ്ങളോട് നമുക്ക് തീരാത്ത കടപ്പാടും നന്ദിയുമുണ്ട്. അത് ചുമ്മാ പറയണല്ല, നിങ്ങൾ നമ്മുടെ ആ ഒരു ജേർണി ത്രൂ ഔട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ലൈവ് ആയാലും പോഡ്കാസ്റ്റ് ആയാലും വ്ളോഗ് ആയാലും നിങ്ങൾ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ പോഡ്കാസ്റ്റിന്റെ കാര്യത്തിൽ ഒരു പുതിയ സ്റ്റെപ്പാണ്. ഇനി പുതിയൊരു സ്റ്റുഡിയോയിൽ ഇനി അടുത്ത എന്താവും എന്നൊന്നും നമുക്ക് അറിയില്ല. എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അതെ, അപ്പൊ നിങ്ങൾ എന്തായാലും കീപ് സപ്പോർട്ടിങ്. പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പഴയ പോലെ തന്നെ വിമർശനങ്ങളും സപ്പോർട്ടിങ് എല്ലാം കൂടെ വേണം നമുക്ക്. അതെ അതെ, അപ്പോഴേ ആ ഒരു സപ്പോർട്ട് നിങ്ങൾ തുടരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു സീസൺ 1 നമ്മൾ ഇവിടെ ഔദ്യോഗികമായിട്ട് എൻഡ് ചെയ്യുന്നു എന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമ്മൾ സീസൺ 2 ആയിട്ട് വരുന്നതാണ്. അപ്പോൾ കാത്തിരുന്ന് കാണുക. അപ്പോൾ അതുവരേക്കും ബൈ.